ഇൻസ്റ്റഗ്രാം ഡബ് സ്മാഷിൽ എൻ്റെ വീഡിയോസ് കണ്ട ഒരു ലൈക്ക് ചെയ്ത നിങ്ങൾക്ക് സിനിമയിലെത്താൻ കഴിവുണ്ട് എന്ന് പറഞ്ഞ ഓരോരുത്തർക്കും ഞാനിതാ എത്തി. ഐ റെപ്രസെന്റ് ഓൾ ഓഫ് നോളജ്. എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ടായിരുന്നു? ഒരിക്കൽ കൂടി കാണുമോ? കണ്ടാണോ? കണ്ടിട്ട് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? ഇൻസിഡന്റിന്റെ ഒരു ഇതാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, കാണാൻ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു പറയും? ഇഷ്ടപ്പെട്ടോ? ഒരിക്കൽ കൂടി കാണോ? തമിഴിലെ കൊഞ്ചം റിവ്യൂ சொல்லுங்க. സൂപ്പറാ. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ മാം? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ പടം? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിട്ട് അഭിനയിച്ചു. എല്ലാവരും അൻസിബാല പോയി കാണാം. എല്ലാവരും അടിപൊളിയായിരുന്നു. ആക്ച്വലി എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഐ റിയലി ലവ് ഇറ്റ്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? അടിപൊളി ഡിസൈൻ, സൗണ്ട്, എഡിറ്റിംഗ് ഒക്കെ അടിപൊളി. ആക്ഷൻ സീൻസ് പറയുന്നത് അടിപൊളി പടം. ഉറപ്പായിട്ടും പോയി കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമാണ്. ശരിക്കും വീട്ടിൽ തന്നെ കണ്ടത് സപ്പോർട്ട് ചെയ്യണം. ക്ലൈമാക്സ് ഒക്കെ അവർക്കുണ്ടാകുന്ന അതേ ഒരു പ്രൗഡ് നമുക്ക് ഫീൽ ചെയ്യും. സോ അടിപൊളി മൂവിയാണ്. എല്ലാവരും എന്തായാലും കാണണം. ഏട്ടൻ്റെ അഭിനയം ഒന്നും പറയാനില്ല. അതായത് നമ്മുടെ ആക്ടർ ഡോക്ടറിൻ്റെ അഭിനയം ഒന്നും പറയാനില്ല. എന്താ പറയുക, ഏട്ടൻ്റെ പേരിനോട് ഫുള്ളി ഇതുപോലെ എത്തിയിട്ടുണ്ട്. അതായത് ആക്ടർ എന്നുള്ള ഒരു സംഭവം ഫുള്ളി ഏട്ടനയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ കാണണം. സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമാണ്. നല്ല ക്ലൈമാക്സ് ആണ്. നല്ല മേക്കിംഗ് ആണ്. നല്ല ഡയറക്ഷൻ. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം. എങ്ങനെയുണ്ടായിരുന്നു മൂവി? മാം എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ശരിക്കും നല്ല പടം. നല്ല പടമാണ്. ശരിക്കും നല്ല പടമാണ്. അഭിലാഷ് ഏട്ടനും വിഷ്ണു ഏട്ടനും മെയിനായിട്ട് ഞാൻ നന്ദി പറയണത്. കാരണം എനിക്ക് പകരം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഓപ്ഷൻസ്. പക്ഷേ ഒരു പുതുമുഖത്തിന്, ഒരു തുടക്കക്കാരനെ വിശ്വസിച്ച് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നതിൽ ഒരുപാട് നന്ദി അവർക്ക് രണ്ടുപേർക്കും. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനും. ഏത് സമയം വേണമെങ്കിലും ഇവൻ വേണ്ടാന്ന് പറയാമായിരുന്നു, പക്ഷേ അത് പറഞ്ഞില്ല. അവരുടെ അടുത്ത് കാണിച്ച വിശ്വാസത്തിനും. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും പറയാനുള്ള കാര്യം, സിനിമ കാണാത്തവർ ദയവ് ചെയ്ത് കാണാൻ എൻ്റെ റിക്വസ്റ്റാണ്. കാരണം ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ പറയും പോലെ ഗ്യാരൻറ്റീഡ് ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. എല്ലാവരും സിനിമ കാണണം. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഫസ്റ്റ്, ലാസ്റ്റ് ആൻഡ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, എൻ്റെ ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം ഡബ് സ്മാഷിൽ എൻ്റെ വീഡിയോസ് കണ്ട ഒരു ലൈക്ക് ചെയ്ത നിങ്ങൾക്ക് സിനിമയിലെത്താൻ കഴിവുണ്ട് എന്ന് പറഞ്ഞ ഓരോരുത്തർക്കും ഞാനിതാ എത്തി. ഐ റെപ്രസെന്റ് ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ കൂടുതൽ പറഞ്ഞു.